നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് റൊമാൻസ് ഡ്രാമകൾ കണ്ടാലോ? അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? നിങ്ങൾക്ക് ഈ ഓഫീസ് റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണോ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് ഓഫീസ് റൊമാൻസ് ഡ്രാമകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രാമകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊന്നും ഇത്ര നല്ല ഭംഗിയുള്ള ആൾക്കാരെയൊന്നും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഈ ഡ്രാമകളിൽ എല്ലാത്തിലും നമ്മുടെ ബോസ് അവരുടെ എംപ്ലോയിനെ പ്രണയിക്കുന്ന സ്റ്റോറിയാണ് ഇതിലെല്ലാത്തിലും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രാമകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഡ്രാമയാണ് 2015 റിലീസ് ആയിട്ടുള്ള ഷീ വാസ് പ്രിറ്റി. പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇത് നല്ലൊരു സിമ്പിൾ റൊമാൻറ്റിക് ഡ്രാമയാണ്. കൂടാതെ ബ്യൂട്ടീനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. പകുതി സീനുകളും വർക്ക് സ്പേസിൽ നടക്കുന്ന സീനുകളാണ് കേട്ടോ. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ നായകനും നായികയും ചെറുപ്പം മുതലുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ശേഷം അവര് പിരിഞ്ഞിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം റീകോണ്ടാക്ട് വെച്ചിട്ട് നമുക്ക് മീറ്റ് ആക്കാം എന്ന് പ്ലാൻ ചെയ്യാണ് കേട്ടോ. പക്ഷെ എന്താണ്, മീറ്റ് ആക്കിയതിന് ശേഷമോ ആകെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായകൻ ചെറുപ്പത്തിൽ നല്ല ഗുണ്ടുമായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. എന്നാൽ 15 വർഷത്തിന് ശേഷം അവൻ നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കഥയിലെ നായികയോ ചെറുപ്പത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എല്ലാ പയ്യന്മാരും ഇവളുടെ പുറകെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിലോ അവൾക്ക് അവളുടെ ബ്യൂട്ടി നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അവളുടെ ലൈഫിലുള്ളത്. 15 വർഷത്തിന് ശേഷം ഇവനെ കണ്ടതോ ഇവൾക്ക് ആകെ അവന്റെ മുന്നിലോട്ട് പോവാനായിട്ട് മടി തോന്നുകയാണ് കേട്ടോ. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, അവളുടെ കമ്പനിയിലെ പുതിയ CEO ആയിട്ട് നമ്മുടെ കഥയിലെ നായകനാണ് വരുന്നത് കേട്ടോ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, ഇവൾ ആരാണെന്ന് മനസ്സിലാവോ, അല്ലെങ്കിൽ ഇവര് പിന്നീട് പ്രണയത്തിലാവോ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് സിയോജും ഹ്വാൻ ജങ് യോ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ വർക്ക് സ്പേസിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ അവിടുത്തെ കുറച്ച് സീനുകൾ, ഇവരുടെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. മറക്കാണ്ട് ഈ ഒരു ഡ്രാമ കണ്ടു നോക്കൂ കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് മൈ സീക്രട്ട് റൊമാൻസ്. 2017 റിലീസ് ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ഡ്രാമയാണ് മൈ സീക്രട്ട് റൊമാൻസ് കേട്ടോ. ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഇതിലൊരു കമ്പനിയിലെ ബോസ് ആണ് നമ്മുടെ കഥയിലെ നായകൻ. ആ കമ്പനിയിലെ തന്നെ ഒരു എംപ്ലോയി ആണ് നമ്മുടെ കഥയിലെ നായിക കേട്ടോ. പക്ഷെ ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഇവൻ ബോസ് ആണെന്ന് അറിയുന്നതിന് മുന്നേ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കാരണം നടന ഇവളോട് ഒരു ദേഷ്യവും ഇവളോട് റിവെഞ്ച് ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് എത്തുകയാണ്. ശേഷമാണ് ഇവൻ തന്റെ ബോസ് ആണെന്ന് തന്നെ ഇവൾ അറിയുന്നത് കേട്ടോ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, ഇവൾ എങ്ങനെയായിരിക്കും അവനെ ഫേസ് ചെയ്യുന്നത്, ആ ഇൻസിഡന്റ് എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അത് ഡ്രാമ കണ്ടു തന്നെ നിങ്ങൾ അറിയണം. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് സ്വങ്ഹു സോങ് ജിയോൺ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 13 എപ്പിസോഡ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഈ ഒരു വർക്ക് സ്പേസിൽ ഉണ്ടാവുന്ന റൊമാൻസ് ഒക്കെയാണ് ഇതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടാവും. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ബിസിനസ് പ്രൊപ്പോസൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഓക്കെ, ഇത് നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഡ്രാമയാണ് ബിസിനസ് പ്രൊപ്പോസൽ. ഇതിന് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം സേജൂൺ എന്ന് പറയുന്ന ആക്ട്രസും ആൻ ഹ്യോ സിയോപ്പ് എന്ന് പറയുന്ന ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ കഥയിലെ നായിക ഷിൻഹാരി എന്റെ ഫ്രണ്ടിന് വരുന്ന ഒരു പ്രൊപ്പോസൽ മുടക്കാനായിട്ട് പകരം അവളുടെ സ്ഥാനത്ത് നമ്മുടെ കഥയിലെ നായിക എന്ത് ചെയ്യാണ്, ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവാണ്.
സോ അവിടെ ചെന്നിട്ട് നമ്മുടെ നായിക മീറ്റ് ആക്കുന്നത് ആരാണ്? നമ്മുടെ കഥയിലെ നായകനെയാണ്. സോ അവനാണെങ്കിലോ അവിടുത്തെ ഒരു വലിയ കമ്പനിയിലെ CEO ആണ്. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ CEO ആണ് തന്റെ മുന്നിലിരിക്കുന്നത് എന്ന് കേട്ടോ. സോ അവളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അവന്റെ മുന്നിൽ എടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു പ്രൊപ്പോസൽ മുടക്കണല്ലോ. സോ അവളുടെ എല്ലാ സ്വഭാവവും എടുക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ എന്താവുകയാണ്, ലാസ്റ്റ് നമ്മുടെ നായകന് ഇവളോടൊരു ഇഷ്ടം വരികയാണ്. സോ പരമാവധി ഇവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവന്റെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് മാക്സിമം എല്ലാം അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു കോമഡി ഡ്രാമയാണ്. ഇവരുടെ ആ ഒരു ഫാമിലി, ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ബിസിനസ് പ്രൊപ്പോസൽ എന്ന സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. കൂടാതെ ഇതിൽ സെക്കൻഡ് ലീഡ്സും ആക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി കാണാനും നല്ല രസമാണ്. അവരുടെ പേഴ്സണൽ ലൈഫും എല്ലാം ഈ ഒരു ഡ്രാമയിൽ കാണിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ഡ്രാമയാണ് ഹർ പ്രൈവറ്റ് ലൈഫ്. 2019 റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രാമയാണ് ഹർ പ്രൈവറ്റ് ലൈഫ് കേട്ടോ. ഈ സ്റ്റോറിയിൽ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഒരു സീക്രട്ട് ലൈഫ് ഉണ്ട് കേട്ടോ. ആ ഒരു സീക്രട്ട് എന്താണെന്ന് അവളുടെ കമ്പനിയിലെ ആർക്കും തന്നെ അറിയില്ല. അവൾ മാക്സിമം ആ ഒരു സീക്രട്ട് അവള് ഹൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സീക്രട്ട് നമ്മുടെ നടൻ, കഥയിലെ നടൻ കണ്ടുപിടിക്കുകയാണ്. ശേഷം അവളോട് അവന് ചെറുതായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. ദെൻ ലാസ്റ്റ് അവര് തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് ഹർ പ്രൈവറ്റ് ലൈഫിൽ പറയുന്നത് കേട്ടോ. അവനാണെങ്കിൽ ഒരു മ്യൂസിയം ഡയറക്ടറാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് നമ്മുടെ കഥയിലെ നായിക. പിന്നെ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം ജെ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും പാക് മിയോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് മൈ ഇൻട്രോവേർട്ടഡ് ബോസ് അഥവാ മൈ ഷൈ ബോസ്. 2017 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് മൈ ഇൻട്രോവേർട്ടഡ് ബോസ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇൻട്രോവേർട്ടേഴ്സിന് ബോസ് ആവാൻ പറ്റില്ലെന്ന്? എന്നാൽ ഇൻട്രോവേർട്ടേഴ്സിന് ബോസ് ആവാൻ പറ്റുമെന്നാണ് ഈ ഡ്രാമയിലൂടെ നമുക്ക് തെളിയിച്ചു തരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയിലെ നായകൻ ഒരു ഇൻട്രോവേർട്ടഡ് ആണ്. അദ്ദേഹത്തിന്റെ ടീമിനോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തന്റെ എംപ്ലോയിയോട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാറ് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കമ്പനി തന്നെ അവൻ കൊണ്ടുപോകുന്നത്. പബ്ലിക് റിലേഷൻ കമ്പനിയിൽ CEO ആണ് നമ്മുടെ കഥയിലെ നായകൻ. ആ കമ്പനിയിൽ തന്നെ ഒരു എംപ്ലോയി ആണ് നമ്മുടെ കഥയിലെ നായിക ചേറോവോൺ. അവളാണെങ്കിലും നമ്മുടെ നടലിൽ നിന്നും നല്ല ഡിഫറെന്റ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണ്. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള വുമൺ ആണ് നമ്മുടെ കഥയിലെ നായിക. അപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയായിരിക്കും പരിചയപ്പെടുന്നത്, ഇവര് തമ്മിൽ എങ്ങനെയായിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നത്, ലാസ്റ്റ് ഇവർ എങ്ങനെയാണ് പ്രണയത്തിലാവുന്നത് എന്നെല്ലാം പറയുന്ന നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണ് മൈ ഇൻട്രോവേർട്ടഡ് ബോസ്. എനിക്ക് പേഴ്സണലി ഈ ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാർക്ക് ഹേ സു, യോൺ വൂ ജിൻ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി കാണാനൊക്കെ ഇതിൽ ഭയങ്കര രസമാണ്. അത്യാവശ്യം നല്ല കോമഡി എലമെന്റ്സ് ഒക്കെ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു 5 ഓഫീസ് റൊമാൻറ്റിക് ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയി കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.